നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ രണ്ടാം പ്രതി റോട്ടിൽ ടൂ വീലറും കൊണ്ട് ഇറങ്ങുന്നവരാണ്. ടൂ വീലറും കൊണ്ട് ഇറങ്ങുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരിങ്ങനെ റോട്ടിൽ കൂടെ വരുമ്പോൾ റോട്ടിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കണ കണ്ടാൽ അപ്പോൾ അവർക്ക് വിഷമമാണ്. ശിവ റോട്ടിൽ സ്ഥലം ഒഴിഞ്ഞു കിടക്കേ, അപ്പൊ അവർ ആ ഗ്യാപ്പിലേക്ക് അങ്ങോട്ട് കയറ്റും. ഇതൊരു സൽപ്രവൃത്തിയാണ്. റോട്ടിലെ സ്ഥലമൊക്കെ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പക്ഷേ ഈ സൽപ്രവൃത്തിക്കുള്ള ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ബാക്കി വണ്ടികളിൽ ഇരിക്കുന്നവർക്ക് എല്ലാ സ്ഥലവും ബൈക്കിലിരുന്ന് കാണുന്ന പോലെ കാണാൻ പറ്റില്ല. അതാണ് നമ്മളുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ബൈക്കിലിരുന്ന് തല അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടിച്ചു കഴിഞ്ഞാൽ എ പില്ലറോ ബി പില്ലറോ ഒന്നും കാഴ്ച മറക്കില്ല. പക്ഷെ കാറുകാരനും വലിയ വണ്ടി ഓടിക്കുന്നവനും അങ്ങനെയല്ല. അപ്പോൾ ഇവര് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ബൈക്ക് കുത്തി കയറ്റിയിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് എടുത്തു പോകുന്ന സമയത്ത് ഇവരറിയാതെ അതിൽ കൊണ്ട് ഇടിക്കും. ചില സമയത്ത് തടം ബ്രേക്ക് ഇട്ട് അവർ രക്ഷിക്കും, പക്ഷെ അവർക്ക് പാനിക് അറ്റാക്ക് വരും. അപ്പോൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ പേടിപ്പിക്കാനും ബാക്കിയുള്ളവരെ മുന്നിൽ ചെന്ന് ഇടി മേടിച്ചു കൂട്ടാനുമായിട്ടാണ് ഈ ഗ്യാപ്പിൽ കുത്തിക്കിട്ടുന്ന പരിപാടി. ബൈക്ക് ഓടിക്കുന്നവർക്ക് ഈ ബ്ലൈൻഡ് സ്പോട്ടുകളെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ അവരെ കാണുന്നതല്ല, ബാക്കി വണ്ടി ഓടിക്കുന്നവർ നമ്മളെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നതെങ്കിൽ നമ്മളവിടുന്ന് വണ്ടി എടുത്ത് പോയാലും അല്ലെങ്കിൽ അവർ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇടിക്കില്ല. സോ ഈ ഒരു ഗ്യാപ്പിൽ കുത്തിക്കയറ്റുന്ന പ്രശ്നം കൊണ്ട് നല്ല രീതിക്ക് ഇടിയും തട്ടലൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവരെ കൊണ്ടുള്ള ഒന്നാമത്തെ പ്രശ്നം. ഇനി അടുത്ത പ്രശ്നം ഇൻഡിക്കേറ്റർ ഇടാതെ ട്രാക്ക് മാറ്റുന്നതും വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നതുമാണ്. ചില ആൾക്കാരുടെ വിചാരം നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഒറ്റയടിക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിത്തരും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ തിരിയാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ റിയർ വ്യൂ മിറർ നോക്കിയിട്ട് വണ്ടി ഉണ്ടോ നോക്കി ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ തിരിയാൻ പോകുന്നു എന്ന് അവരെ കാണിച്ച് ആ സിഗ്നൽ അവർ കണ്ടു കഴിഞ്ഞാലൊക്കെ അവർ ബ്രേക്ക് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ തിരിയുമ്പോഴേക്കും എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിൽക്കണമെന്നില്ല. ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ തിരിക്കുന്നത്, അതേപോലെ ട്രാക്ക് മാറ്റുന്നത്. ഈ ഇടതുവശത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഒറ്റയടിക്ക് പിന്നെ വലതുവശത്താണ്. കുറച്ച് കഴിയുമ്പോൾ ഈ വലതുവശത്ത് പോകുന്നവൻ പെട്ടെന്ന് ഇടത്തോട്ട് കയറും. ഇതനുസരിച്ച് പിന്നിലുള്ളവൻ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇടി നടക്കും. ഇത്തരം ഇടികളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിൽ കുത്തി കയറ്റിയിട്ടാണ് ഇടി നടന്നത്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാത്തതുകൊണ്ടാണ് ഇടി നടന്നത് എന്നൊന്നും ആൾക്കാർ കൂടുമ്പോൾ പറയില്ല. ആൾക്കാർ എന്താ പറയാ, വലിയ വണ്ടി ചെറിയ വണ്ടീനെ ഇടിച്ചു, സോ കുറ്റം മുഴുവൻ ഈ വലിയ വണ്ടിക്കാരന്റെ തലയിലായിരിക്കും. എനിക്ക് അനുഭവമുണ്ട്. ഇനി ഇവരെ കൊണ്ടുള്ള അടുത്തൊരു പ്രശ്നം വൺ വേയിൽ ഓപ്പോസിറ്റ് ഓടിക്കുക. ഈ വൺ വേ തെറ്റിച്ച് ഓടിക്കല് സിറ്റിയിൽ കോമൺ ആയിട്ടുണ്ട്. കാരണം ഒരു എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ കുറേ ദൂരം പോയിട്ട് യൂ ടേൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ടൂ വീലർ അല്ലേ, അതുകൊണ്ട് വൺ വേ തെറ്റിച്ച് ഓടിക്കാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങളെതിരെ വരുന്നത് നിങ്ങളുടെ തൊട്ട് നേരെ വരുന്ന വണ്ടിക്കാരന് മനസ്സിലാവും. പക്ഷെ അതിന്റെ പിന്നിലുള്ള വണ്ടിക്കാരന് ഇത് കാണില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും, വൺ വേ അല്ലേ, ചിലപ്പോൾ അടുത്ത ദിവസത്തൂടെ ഓവർടേക്ക് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ നേരെ മുന്നിൽ വരിക, ഇടി നടക്കും. ഇനി ഇത് കൂടുതലും വേറെ സ്ഥലത്ത് കണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടുകാരുടെ ഭാഗത്താണ്. അതായത് അയാളുടെ കട ഈ ഭാഗത്താണ്, അയാളുടെ വീടും ഈ ഭാഗത്താണ്. പക്ഷെ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഇയാൾ ഇനി റോഡ് ക്രോസ് ചെയ്ത് ഇടതുവശത്തോട് ഓടിച്ച് പിന്നെ വീണ്ടും ക്രോസ് ചെയ്ത് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടണേ? പുള്ളി അപ്പൊ അതേ സൈഡിൽ കൂടെ തന്നെ ഓടിച്ചു വരും. അത് എല്ലാ നാട്ടിലും അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും. അവിടെ തീരില്ല, അത് കഴിഞ്ഞിട്ട് അവരൊരു നോട്ടുണ്ട്. അതായത് നമ്മൾ എന്തോ തെറ്റ് ചെയ്തു, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിയിലൊരു നോട്ടമുണ്ട്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനി അടുത്ത പ്രശ്നം ഫുട്പാത്തിൽ കൂടെ ഓടിക്കുക. ഇപ്പൊ ഫുട്പാത്തിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ പിടിക്കും. പക്ഷെ എന്നാലും ഫുട്പാത്തിൽ കൂടെ ഓടിക്കുന്നവരുണ്ട്. ഈ ഫുട്പാത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ആൾക്കാരൊക്കെ റോട്ടിൽ ഇറങ്ങിയാണ് നടക്കുന്നത്. എന്താ കാരണം? റോഡിന്റെ സൈഡിൽ ആൾക്കാർക്ക് നടക്കാൻ സ്പേസ് ഇല്ല. ചില സ്ഥലത്താണ് ഈ ഫുട്പാത്ത് പണിത് വെച്ചേക്കണേ ആൾക്കാർക്ക് നടക്കാൻ. അവിടെ നമ്മൾ വണ്ടി കൊണ്ട് കയറി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാരണം ഫുട്പാത്തിൽ ആൾക്കാരുണ്ട്, ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെ തന്നെ അവർ മൂവ് ചെയ്യണമെന്നില്ല, നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല. വെറുതെ ആൾക്കാരെ നെഞ്ചത്തോട്ട് വണ്ടി കൊണ്ട് കയറ്റരുത്. ഇനി അടുത്ത പ്രശ്നം ഫോണും ചെയ്ത് വണ്ടി ഓടിക്കുന്നത്. അത് ഫോൺ ചെയ്ത് ഓടിക്കുന്നത് ഇപ്പൊ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഓട്ടോമാറ്റിക് സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇതിലെ പ്രശ്നം എന്താണെന്ന് അറിയോ, റോഡിൽ ഒരു സെക്കൻഡ് നേരത്തെ ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങൾ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച് തിരിക്കുന്ന വേറൊരാളുടെ വണ്ടിയായിരിക്കും അപകടത്തിൽപ്പെടുന്നത്. നിങ്ങൾ ഇതൊന്നും അറിയാതെ ഫോണിൽ സംസാരിച്ച് പോയിരിക്കും. ഇനി നിങ്ങൾ സൈഡ് കൊടുക്കാതെ ഈ ഫോണും വിളിച്ചു പോകുമ്പോൾ പിന്നിൽ ഫോൺ അടിച്ചാലും നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ ഫോണിൽ ചിലപ്പോൾ പറയണ്ടാവും, ദേ പിന്നിൽ ഒരുത്തൻ കയറുന്നു, വെറുതെ കയറുന്നു, ഫോൺ അടിക്കണം, കുറെ നേരമായി അവിടെ കിടന്ന് അടിക്കട്ടെ എന്നൊക്കെ പറയണ്ടാവും. നിങ്ങളൊന്ന് ഒതുക്കി കൊടുത്ത ആൾക്ക് പോവാം. പക്ഷെ നമ്മുടെ ശ്രദ്ധ ഫോണിലാണ്, വണ്ടിയിലല്ല. അതുകൊണ്ട് നിങ്ങൾ കാരണം റോഡ് ബ്ലോക്കുകൾ ഉണ്ടാവും, ഇതേപോലുള്ള സ്ലോ ട്രാഫിക് ഉണ്ടാവും. ഈ സ്ലോ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലർ റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യും, അവർ പോയി ഇടിക്കും. ഇതൊന്നും നിങ്ങളറിയില്ല. ഇത് പിന്നെ ഫോണിൽ സംസാരിക്കാൻ നിങ്ങൾ വിചാരിക്കാം. ഞാനിപ്പോ കുറെ ആയിട്ട് കാണുന്ന ആൾക്കാർ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാ. അത് ഗിയർ ഇല്ലാത്തതാകുമ്പോൾ നമുക്ക് ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി, ഇടത്തേക്ക് ഫ്രീ ആണ്. പക്ഷെ നോട്ടം ഇങ്ങോട്ട് വരും. ഇനി ഗിയർ ഉള്ള വണ്ടിയിൽ തന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇമാതിരി അഭ്യാസങ്ങളാണ് റോട്ടിൽ കിടന്ന് കാണിക്കുന്നത്. ഇനി അടുത്ത പ്രശ്നം സിഗ്നലുകളിലാണ്. സിഗ്നൽ റെഡ് ആവാറാവുമ്പോൾ അല്ലെങ്കിൽ റെഡ് ആവുമ്പോൾ
അവിടെ എത്തുന്ന ബൈക്കുകാർ നിർത്തില്ല. ഞാനൊരു ബൈക്കല്ലേ, ഞാനങ്ങനെ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് എടുക്കും. പക്ഷേ ഇത് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവനും 30 സെക്കൻഡോ 60 സെക്കൻഡോ ആയിട്ട് ആക്സിലേറ്റർ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അവനും പോകണം. ഇവരുടെ സിഗ്നൽ ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഇവർക്ക് പോകാനുള്ള റോഡ് ക്ലിയർ ആയിരിക്കണം. അവിടെ പിന്നെ വേറെ വണ്ടി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു വണ്ടി ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഈ ലാസ്റ്റ് മൊമെന്റ് നോക്കിയിട്ട് ഞാനൊരു ബൈക്കല്ലേ എന്ന് പറഞ്ഞ് കടന്നു പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഹൈ സ്പീഡിൽ കയറി വരുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വണ്ടി അവിടെ വരും. എന്തായാലും അപകടം ഉണ്ടാവും. ഇനി അടുത്ത പ്രശ്നം, ടൂ വീലറുകാരെ കുറിച്ച് പൊതുവായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് ഓവർ സ്പീഡ്. ഈ ഓവർ സ്പീഡ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഹൈ പെർഫോമൻസ് ബൈക്കുകളാണ്. അതാണ് നമ്മുടെ സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തിട്ട് ഇത്രയും പെർഫോമൻസ് ഉള്ള വണ്ടികൾ നമ്മുടെ സാധാരണ റൈഡേഴ്സിന് ഓടിക്കാൻ കൊടുക്കുന്നത്. ഇവരിതിനെ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ റോഡിനെ റേസിംഗ് ട്രാക്കുകളാക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇന്ത്യയിലെ റോഡുകൾ റേസിംഗ് ട്രാക്ക് ആക്കാൻ പറ്റിയ റോഡുകളല്ല. നമ്മുടെ റോഡെന്ന് പറയുന്നത് നിറഞ്ഞു കവിഞ്ഞ് കിടക്കുകയാണ്. ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്, ആൾക്കാരുണ്ട്, നാൽക്കാലികളുണ്ട്. അതിനിടയിലാണ് ഈ റേസ് കൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യുന്നവൻ പ്രതീക്ഷിക്കുന്നത് എതിരെ വരുന്നവൻ കറക്റ്റ് ആയിട്ട് വരും. അവൻ തൊട്ടടുത്തെത്തുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ സ്ലോ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അയാൾ അത്ര പെർഫെക്റ്റ് റൈഡർ ആവണമെന്നില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിർത്താനും തിരിക്കാനൊക്കെ അറിയാം. പക്ഷെ എതിരെ വരുന്നവൻ ആ കഴിവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നേരെ അവന്റെ വണ്ടി കൊണ്ട് കയറ്റും. അപ്പൊ ഈ വലിയ വണ്ടി ചെറിയ വണ്ടി പ്രശ്നം ഒന്ന്. പിന്നെ ഇത്രയും സ്പീഡിൽ വന്നൊരു അപകടം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. പിന്നെ അയാൾക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല. അയാളുടെ ഒരു വിറയൽ കാരണം ചിലപ്പോൾ അയാൾ വണ്ടി ഓടിക്കുന്നതിനെ നിർത്തുകയും ചെയ്യും. സോ ഇത് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെ അഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾ നല്ല പവറുള്ള വണ്ടികളിൽ നിന്ന് അടിച്ചു കയറി ഓടിക്കുക. പക്ഷെ ആ റോഡിലുള്ള ബാക്കി എല്ലാവരും നിങ്ങൾ പാനിക് ആക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് ഇടിക്കുകയോ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തട്ടോ ഓരയോ എന്നൊക്കെ പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റി ബിൽഡപ്പ് ആവും. അത് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായാലും അപകടങ്ങൾ ഉണ്ടാവുന്നതായത് വരും. സോ ബാക്കിയുള്ളവരെ മനസാന്നിധ്യം കൂടെ കളയുന്ന ഒരു പരിപാടിയാണ് ഈ ഓവർ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രശ്നം, നമ്മളിപ്പോ പറഞ്ഞു ഓവർ സ്പീഡുകാർ, പക്ഷെ ബാക്കി എത്രയോ പാവങ്ങളുണ്ട്, എത്ര പതുക്കെ ഓടിക്കുന്നവര്. ഇവരാണ് റോഡിലെ ഏറ്റവും വലിയ ശല്യം. റോഡിൽ ഒരു ടൂ വീലർ ഓടിക്കുന്ന എവിടെ കൂടെയെന്ന് അറിയോ? റോഡിന് നടുക്കൊരു വര വരച്ചിട്ടുണ്ടാവും. ആ വരയിൽ മുട്ടിച്ചിട്ട് ഓടിക്കുള്ളൂ. അതോ 20-30 കിലോമീറ്റർ സ്പീഡിൽ. ഇതിന്റെ പിന്നിൽ വരുന്ന ആൾക്കാർ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഇവർ നോക്കുമ്പോൾ വലതുവശത്തെ ട്രാക്ക് ഒഴിഞ്ഞെടുക്കല്ലേ, അയാൾക്ക് അതിൽ പൊക്കൂടെ, ഇടതുവശത്തെ സ്ഥലമുണ്ടല്ലോ അതിൽ പൊക്കൂടെ. ഇനി ഇവര് ധൈര്യപൂർവ്വം ഇടതുവശത്തേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇടത്തോട്ട് എടുത്താലോ? അപ്പൊ നിങ്ങൾ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്തിട്ട് ഇടിച്ചു എന്നായി. ഈ പിന്നാലെ വന്നവന്റെ പുറത്താണ് കേസ്. സോ ഇങ്ങനെ പിന്നിൽ വരുന്ന വണ്ടിക്കാരന് സൈഡ് കൊടുക്കാതെ പതുക്കെ ഓടിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവര് കാരണമാണ് രാവിലെ ട്രാഫിക് സ്ലോ ആവുന്നത്. ഈ ട്രാഫിക് സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബസ്സുകാരുടെ കാര്യം പറയില്ല, അവർക്ക് സമയം ഉണ്ട്, അതുകൊണ്ട് അവർ ഓവർടേക്ക് ചെയ്ത് പോകും. ഈ റോഡിൽ കൂടെ രാവിലെ ജോലിക്കും അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങുന്ന എല്ലാവർക്കും സമയമുണ്ട്. നമ്മൾ രാവിലെ സമയത്തിന് അവിടെ എത്തണം, ഇല്ലെങ്കിൽ നമുക്കും സാലറി കട്ടാവും, നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും സമയം കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഇതുപോലെ സൈഡ് കൊടുക്കാത്ത ആൾക്കാർ കാരണം വാഹനങ്ങളുടെ ഒരു നീണ്ട നിര രൂപപ്പെടും. കുറച്ചു നേരമൊക്കെ ആൾക്കാർ സഹിക്കും, പിന്നെ പറ്റാണ്ടാവുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ ഓവർടേക്ക് ചെയ്യും? എതിരെ വണ്ടി വരുന്ന റോഡിൽ റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യും. അവർ അപകടത്തിൽപ്പെടും. അപ്പൊ ഈ ഫ്രണ്ടിൽ ഓടിക്കുന്ന ഒരുത്തൻ സൈഡ് കൊടുക്കാത്ത കാരണം വേറെ ആൾക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. സോ ഈ റോഡിൽ കൂടെ പതുക്കെ ഓടിച്ചു പോകുന്ന അണ്ണന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇടയ്ക്ക് റിയർ വ്യൂ മിററിലൊന്നും നോക്കുക. നിങ്ങൾ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും ഓടിക്കുക, പക്ഷെ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം ആ റോഡിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇടത്തോട്ട് ഒതുക്കണം. ഇനി ചില സമയത്ത് ഓപ്പോസിറ്റ് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പിന്നിലുള്ള വണ്ടിക്ക് ചിലപ്പോൾ ഈ ട്രാക്കിൽ തന്നെ കയറി പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇത്തിരി സ്പീഡ് കൂട്ടി ഓടിക്കണം, കുറച്ചുകൂടെ ദൂരം സ്പീഡിൽ ഓടിക്കുക. എന്നിട്ട് വീതി വരുന്നൊരു സ്ഥലത്ത് അവർ ഓവർടേക്ക് ചെയ്ത് പൊക്കോളും. അങ്ങനെ റോഡിനെ അറിഞ്ഞിട്ട് നമ്മളുടെ വണ്ടിയുടെ പൊസിഷനും നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമ്മളെല്ലാവരും ഈ റോഡ് ഷെയർ ചെയ്യാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രം ഓടിച്ചു കളിക്കാനുള്ളതല്ല ഈ റോഡ്. ഇനി അടുത്ത പ്രശ്നം ഇടതുവശത്ത് കൂടെ ഉള്ള ഓവർടേക്കിംഗ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടില് വലതുവശത്ത് കൂടെ വേണം ഓവർടേക്ക് ചെയ്യാൻ. ഈ വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഡ്രൈവർ ഇരിക്കുന്ന വലതുവശത്താണ്. അപ്പൊ ഡ്രൈവറിന്റെ ഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്ത് വന്നാൽ ഇയാൾക്ക് ഈ വണ്ടി കാണാം. അതിനനുസരിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്ക് സ്വന്തം വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ടൂ വീലറുകാര് എവിടെ കൂടെ ഓവർടേക്ക് ചെയ്യും എന്ന് നമുക്ക് ഒരു പിടിയില്ല. നമ്മൾ വണ്ടി ഓടിച്ച് വരുന്നു, മിററിൽ ഒരു ടൂ വീലർ കാണുന്നു, ഓക്കെ, നമ്മളൊന്ന് സ്ലോ ആക്കി, ഇനി അവൻ കയറി പൊക്കോളും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതിൽ കൂടെ വരുന്നതാണ്. ഇവൻ വരുന്ന ചിലപ്പോൾ ഇടതുവശത്തൂടെ ആയിരിക്കും. ഇവൻ കയറി പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ആ സമയത്തായിരിക്കും വണ്ടി ഇടത്തോട്ട് ഒതുക്കുന്നത്, വണ്ടി ഇടിക്കും. സോ ഈ ഒരു പ്രശ്നം, ഈ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാനിക്കാക്കുന്ന ഒരു കാര്യമാണ്. ടൂ വീലർ ഓടിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഞാൻ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് കയറി പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒതുക്കുന്ന സമയത്ത് അതിന്റെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഒട്ടും അങ്ങനെ ഒരു വണ്ടി ആ സമയത്ത് പ്രതീക്ഷിക്കില്ല. പെട്ടെന്ന് നമ്മൾ പാനിക്കാവും.
അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ആൻസൈറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ. അവരെ ഇങ്ങനെ പേടിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് കയറി പോകരുത്. ഈ ഇടതുവശത്തെ ഓവർടേക്കിങ്ങിന് ടൂ വീലറുകാരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇടതുവശത്ത് ഒരു ടൂ വീലർ കയറി പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വലതുവശത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ ഇടതുവശം കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ടൂ വീലറുകാർ വലതുവശത്തൂടെ കയറി പോകും. പക്ഷെ ചിലരുണ്ട് വലതുവശത്ത് സ്ഥലം ഉണ്ടെങ്കിലും ഈ വരുന്ന ട്രാക്കിൽ തന്നെ നേരെ തന്നെ അങ്ങ് ഓടിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നവരുണ്ട്. സോ ഓവർടേക്ക് ചെയ്യുമ്പോൾ പരമാവധി വാഹനത്തിന്റെ വലതുവശത്ത് കൂടെ തന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രശ്നം റിയർ വ്യൂ മിറർ ഉപയോഗിക്കാത്തതാണ്. ചിലര് മിറർ ഊരി വയ്ക്കും ഭംഗിക്ക് വേണ്ടിയിട്ട്. ചിലര് മിറർ ഉണ്ടെങ്കിൽ അത് നേരെ ആകാശത്തോട്ട് തിരിച്ചു വയ്ക്കും. എന്തിനാണാവോ? നിങ്ങളൊരു റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ പിന്നിലൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ മിറർ അവിടെ വേണം. അതേപോലെ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുന്നതിന് മുമ്പ് തൊട്ട് പിന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന ആൾക്ക് അതൊന്ന് കണ്ടിട്ട് ചവിട്ടാനുള്ള ഗ്യാപ്പെങ്കിലും വേണ്ടേ? അപ്പൊ മിറർ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മള് 4 വരി പാതയിൽ ഹൈവേയിലൊക്കെ ബൈക്കിൽ പോകുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് ഈ 2 മിററും പോരാന്ന്. കാരണം ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അപ്പോഴാണ് ചിലർ മിറർ പോലും ഇല്ലാതെ ഇങ്ങനെ കയറി കയറി പോകുന്ന കാണുന്നത്. സോ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിക്ക് 2 മിററും നിങ്ങൾ ഉപയോഗിക്കുക. ആ 2 മിററും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് റോഡിലെ മറ്റു വണ്ടികളെ നോക്കിയതിന് ശേഷം മാത്രം ഈ ലൈൻ മാറുന്നതും വണ്ടി നിർത്തുന്നതും തിരിക്കുന്നതും അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇല്ലെങ്കിൽ എന്തായാലും അപകടം ഉണ്ടാവും. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ സഡൻ ബ്രേക്ക് ഇട്ട് നിങ്ങളെ രക്ഷിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. സോ എന്റെ പോയിന്റുകൾ ഇതാണ്. ഇതിൽ ഏതെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് ആഡ് ചെയ്യുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീരീസിലെ 2ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഓട്ടോറിക്ഷകളെ കുറിച്ച് സംസാരിക്കാം.